ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നാടൻ വിഭവമാണ് കാണാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഈ ചാനലിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഈ ചാനലിൽ 2 മുതൽ 4 മിനിറ്റ് ദൈർഘ്യമുള്ള കുക്കിംഗ് വീഡിയോസാണ് ഇടാറ്. ചാനൽ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ കൊണ്ട് അരച്ച് കലക്കിയാണ്. ഇതിനായി ഞാനിപ്പോൾ കാണിച്ച മാങ്ങയുടെ പകുതി ഭാഗം കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചിരകി വെച്ചിരിക്കുന്ന നാളികേരം, കറിവേപ്പില, കല്ലുപ്പ്, എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക്, പിന്നെ കുറച്ച് മോരും വെള്ളവും വേണം. ഇതിൽ തേങ്ങ, കറിവേപ്പില, കല്ലുപ്പ് ഒഴികെ ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ കൂട്ടൊക്കെ ചേർത്തിട്ട് ഒന്നിച്ചൊന്ന് തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുക. വെള്ളം ആവശ്യമാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് അരച്ചു കഴിഞ്ഞാൽ മാങ്ങ മാത്രം അരയാതെ കിടക്കും. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ തനിത്തനിയായിട്ട് അരച്ചെടുത്തത്. ഈ കൂട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മോരും വെള്ളം ഒഴിച്ചിട്ട് ആവശ്യാനുസരണം ലൂസാക്കി എടുക്കുക. അരച്ചു കലക്കി എപ്പോഴും കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഈ ഇളക്കുന്ന കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ പാകം. ഇനി ഇതിന് അവസാനമായിട്ട് ഒരു താളിപ്പ് മാത്രം കൊടുത്താൽ മതിയാവും. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ശേഷം ഉഴുന്ന് പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ചേർത്തിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അരച്ച് കലക്കി റെഡിയായി കിട്ടും. ഈ അരച്ച് കലക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പച്ചമാങ്ങ തന്നെ വേണമെന്നില്ല. കുറച്ച് മധുരമുള്ള ആ ഒരു ചെനഞ്ഞ മാങ്ങ എന്ന് പറയില്ലേ, അതാണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. അതിന് ഒരുപാട് പുളിപ്പുണ്ടാവില്ല. കുറച്ച് മധുരം കൂടി ആകുമ്പോൾ നല്ലൊരു സ്വാദായിരിക്കും. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.